സ്വാമി സൂര്യ യൂട്യൂബ് ചാനലിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഹാർദമായ സ്വാഗതം. ഇന്ന് ലളിതാ സഹസ്രനാമത്തിലെ രണ്ടാമത്തെ ലെസനാണ്. അതായത് ആദ്യത്തെ ലെസൺ 3 നാമങ്ങൾ ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് 16 അക്ഷരം വരുന്ന 2 നാമങ്ങൾ. ചിദഗ്നി കുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത. ഇതിൻ്റെ അർത്ഥം ചിദഗ്നി കുണ്ഡത്തിൽ നിന്നും സംഭൂതയായ ലളിതാംബികാദേവി. ചിദഗ്നി കുണ്ഡം എന്ന് പറഞ്ഞാൽ ദേവന്മാർ ഒരുക്കിയ ഹോമകുണ്ഡം. അതായത് ബണ്ഡാസുര വധത്തിനു വേണ്ടി പരാശക്തി ദേവിയെ ദേവന്മാർ ആരാധിക്കുന്നതാണ്. ഹോമകുണ്ഡം ഉണ്ടാക്കി അതിൽ ഹോമദ്രവ്യങ്ങളെ കൊണ്ട് ദേവിയുടെ നാമങ്ങൾ പറഞ്ഞ് ഹോമം ചെയ്യുന്ന സമയത്ത് ആ ഹോമകുണ്ഡത്തിൽ നിന്നും സംഭൂതയായതാണ് ലളിതാംബികാദേവി. അതാണ് ചിദഗ്നി കുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത. ദേവന്മാരുടെ രക്ഷയ്ക്കു വേണ്ടി ആണ് ദേവി അവതരിച്ചത്. അതായത് മെയിനായിട്ട് പ്രധാനമായിട്ട് ബണ്ഡാസുരവധമാണ് ഈ അവതാര ലക്ഷ്യം. അതാണ് ചിദഗ്നി കുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 4 വിധത്തിൽ ജപിക്കാം. ഒന്ന് ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിദഗ്നി കുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത. രണ്ടാമത്തേത് ഓം ചിദഗ്നി കുണ്ഡ സംഭൂതായൈ നമഃ. ഓം ദേവകാര്യ സമുദ്ധ്യതായൈ നമഃ. മൂന്നാമത്തെ മെത്തേഡ് ലളിതാംബിക ദേവിയുടെ നാമങ്ങൾ ഓരോ നാമത്തിലും ചേർത്തിക്കൊണ്ട് ഓം ചിദഗ്നികുണ്ഡ സംഭൂത ശ്രീലളിതാംബികാദേവ്യൈ നമഃ. ഓം ദേവകാര്യ സമുദ്ധ്യത ശ്രീലളിതാംബികാദേവ്യൈ നമഃ. നാലാമത്തെ മെത്തേഡ് ബീജാക്ഷരങ്ങൾ ചേർത്തിക്കൊണ്ട് ഓം ചിദഗ്നികുണ്ഡ സംഭൂത ഹ്രീംകാരി ഓം ശ്രീം ഹ്രീം ലളിതാംബികാ ദേവ്യൈ നമഃ. ഓം ദേവകാര്യ സമുദ്ധ്യത ഹ്രീംകാരി ഓം ശ്രീം ഹ്രീം ലളിതാംബികാ ദേവ്യൈ നമഃ. എൻ്റെ അഭിപ്രായത്തിൽ ഈ നാലാമത്തെ മെത്തേഡ് ബീജാക്ഷരങ്ങൾ ചേർത്തിക്കൊണ്ടുള്ള നാമജപമായിരിക്കും ഏറ്റവും നല്ല ഫലപ്രദമായത്. ഇതിനെ വെറുതെ പാരായണം ചെയ്യുന്നത് പാരായണം, ദേവി ഉപാസന ചെയ്യുന്നത് ഈ മന്ത്രങ്ങളെ വീണ്ടും 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 ആവർത്തിച്ച് പറയുക. അത് രണ്ടാമത്തെ മെത്തേഡ് ഉപാസന. മൂന്നാമത്തെ മെത്തേഡ് ഉപാസനയോട് കൂടിയുള്ള ധ്യാനം. ഓരോ നാമങ്ങളും ജപിച്ച് ഒരു 20-30 സെക്കൻഡ് ധ്യാനത്തിൽ ഇരിക്കുക, അടുത്ത നാമം പറയുക, അങ്ങനെ. അപ്പോൾ ഉപാസനയിലൂടെയുള്ള ദേവീനാമത്തിലൂടെയുള്ള ധ്യാനത്തിനാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഫലസിദ്ധി. പരീക്ഷിച്ച് നോക്കുക എല്ലാവരും. അപ്പോൾ ഈ മെത്തേഡിൽ എല്ലാവരും ലളിതാ സഹസ്രനാമം ജപിക്കുക. ജീവിതത്തിൽ ഉയർന്ന നിലയിലേക്ക് പോകുവാൻ സാധിക്കും, തീർച്ചയാണ്. പക്ഷേ ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും പരാശക്തി മാതാവിനോടുള്ള അളവറ്റ ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കണം. മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം. അതായത് മനോശൂന്യത, ഒരു ചിന്തകളും മനസ്സിൽ വരാതെ ഓൺലി പോസിറ്റീവ് തോട്ട്സ് ഷുഡ് ബി ദെയർ ഇൻ ദ മൈൻഡ് വെൻ വി ആർ റിസൈറ്റിംഗ് ഓൾ ദീസ് മന്ത്രാസ്. നമ്മുടെ ജീവിതത്തെ വളരെ വളരെ കാര്യമായി ബാധിക്കുന്ന, ജീവിതത്തിൽ ഉന്നത ഫലസിദ്ധി നൽകുന്ന നാമങ്ങളാണ് ലളിതാ സഹസ്രനാമ 1000 നാമങ്ങൾ. എല്ലാവരും ഇത് പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക.
എല്ലാവർക്കും ദേവി അനുഗ്രഹം നൽകട്ടെ. എല്ലാവർക്കും നന്ദി.